നമ്മുടെ ജെയ്സൺ ചാമോളപ്പിൽ കാട്ടാനകളെ കണ്ടു. അതിരപ്പള്ളിയിലേക്കുള്ള യാത്രക്കിടയിൽ ഇപ്പോൾ ജെയ്സൺ നിൽക്കുന്നത് കാട്ടാനക്കൂട്ടത്തിന് അടുത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്ന ദൂരത്തിലാണ്. ജെയ്സൺ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ജെയ്സൺ, സുരക്ഷിതമായി നിന്നാൽ മതി. കാര്യം ഇതൊക്കെ വളരെ വേഗത്തിൽ ഓടി വരാനുള്ള സാധ്യതയുണ്ട്. എവിടെയാണ് ജെയ്സൺ ഇപ്പോൾ നിൽക്കുന്നത്? ആനകൾ എത്ര ദൂരത്തിലാണ്? ആനക്കൂട്ടമാണോ? അവർ വെള്ളം കുടിക്കാൻ വന്ന് തിരിച്ചു പോവുകയാണ്? സമാധാനത്തോടു കൂടി പോകുന്ന ആനകളാണോ ഉള്ളത്? ഈ മഞ്ഞക്കൊമ്പൻ അടക്കമുള്ളവ ആ കൂട്ടത്തിൽ പെടാനുള്ള സാധ്യതയുണ്ടോ? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിക്കും അതിരപ്പള്ളിക്കും ഇടയിലുള്ള ഒരു പാതയ്ക്ക് നമ്മുടെ സംസ്ഥാന പാതയ്ക്ക് അരികിലാണ്. ഈ പാത നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞ ദിവസം വത്സല എന്ന വൃദ്ധയെ ആന ചവിട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ അതിരപ്പള്ളിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ സമരങ്ങൾ നടക്കുന്നതും അതുപോലെ തന്നെ പ്രതിഷേധ സൂചകമായി കടകൾ അടച്ചിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനിടയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. പോകുന്നതിനിടയിൽ വഴിയരികിൽ എണ്ണപ്പനത്തോട്ടങ്ങളുണ്ട്. ഈ എണ്ണപ്പനത്തോട്ടത്തിലാണ് ഇപ്പോൾ രണ്ട് കാട്ടാനകളാണ് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. കുറേ നേരമായി അവിടെ എണ്ണപ്പന അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സമീപ പ്രദേശങ്ങളൊക്കെ തീറ്റയൊക്കെ എടുത്ത് നിൽക്കുകയാണ്. വെള്ളം കുടിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, രണ്ട് ആനകൾ വളരെ ശാന്തമായിട്ടാണ്, അക്രമാസക്തമായ സാഹചര്യം ഒന്നുമില്ല. ആ എണ്ണപ്പനത്തോട്ടത്തിൽ വിശാലമായി അവർ തീറ്റയൊക്കെ എടുത്ത് നടക്കുന്നു. ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, റോഡരികിൽ ഏത് നിമിഷവും നമുക്ക് കാട്ടാനയെ കണ്ടുമുട്ടാമെന്ന സ്ഥിതിയിലാണ്. പണ്ടൊക്കെ ഒരു കാട്ടാനയെ കാണണമെങ്കിൽ ഏറെ പണിപ്പെട്ട് കാത്തിരുന്ന് കാണേണ്ട സ്ഥിതി. നമുക്ക് നടന്നു പോകുന്ന വഴിയിൽ ഒക്കെയും കാട്ടാനയെ കാണാൻ കഴിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ അതിരപ്പള്ളി അതുപോലെ തന്നെ വാഴച്ചാൽ, ചാലക്കുടി മേഖലകളിലേക്ക് കാട്ടാനക്കൂട്ടം വ്യാപകമായി ഇറങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിചാരിതമായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ റോഡിന് ഏറ്റവും അടുത്താണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാട്ടാന നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്, വലിയ രീതിയിൽ വാഹനങ്ങൾ പോകുന്ന, ആളുകളോ പോകുന്ന വഴിയുള്ള വിനോദസഞ്ചാര മേഖല എന്ന നിലയിൽ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ പോലും അത്രയേറെ ഒരു അപകടാവസ്ഥ ഇവിടെയില്ല. പക്ഷേ ഈ അല്പം കൂടി റോഡിനടുത്തേക്ക് എത്തിച്ചേർന്നാൽ ഒരു പക്ഷേ കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകാം. നിലവിൽ അവർ ശാന്തമായി നിന്ന് തീറ്റയെടുക്കുകയാണ്. ഇതുപോലെ പല സ്ഥലങ്ങളിലും കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട്. ചൂട് കൂടുന്നതോടുകൂടി വെള്ളം തേടി ജനവാസ മേഖലയിലേക്ക് വരും മണിക്കൂറുകളിൽ കടക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖല ഒരു കാട്ടാനയുടെയും പുലിയുടെയൊക്കെ വലിയ തോതിലുള്ള വിഹാര കേന്ദ്രമായി മാറുകയാണ്. അതോടൊപ്പം തന്നെ ആദിവാസികൾക്കും ഈ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മറ്റ് ആളുകൾക്കും വിനോദസഞ്ചാരികൾക്കും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് കാട്ടാന. ഇപ്പോൾ നമ്മൾ ഒരല്പം മാറിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാട്ടാനയ്ക്ക് പെട്ടെന്ന് ഓടിയെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം, വളരെ വേഗത്തിൽ, അത് കാട്ടിലൂടെയുള്ള സഞ്ചാരത്തിൻ്റെ വേഗത, നാട്ടിൽ വളരെ എളുപ്പത്തിൽ ഓടിയെത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് സമയത്തും അപകടകരമാകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. അത്രയേറെ റോഡിനടുത്താണ് എണ്ണപ്പനത്തോട്ടങ്ങൾ. ആ തോട്ടത്തിനുള്ളിലാണ് ഇപ്പോൾ രണ്ട് കാട്ടാനയും താഴെ ഒരു കുട്ടിയാനയും ഉണ്ട് എന്നാണ് നമുക്ക് കുറച്ചകലെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കും. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് ആ കുട്ടിയാനയുടെ ദൃശ്യം നമുക്ക് എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോ കുറച്ച് നാളുകളായി ഈ ആനകളെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്നു എന്നൊരു ആക്ഷേപം ചിലപ്പോൾ ആനകൾക്ക് നമ്മളെ കുറിച്ചൊക്കെ ഉണ്ടാവും, അല്ലേ? പാവം തണ്ണീർക്കൊമ്പനും ഒക്കെ വന്ന് വെള്ളം കുടിച്ചിട്ട് പോയപ്പോൾ നമ്മളിൽ ചിലരൊക്കെ ഈ ആന വലിയ അപകടകാരിയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം നടത്തി എന്ന് ആനക്കൂട്ടങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരു സംസാര വിഷയം ഉണ്ടെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജെയ്സൺ, ഈ കേരളത്തിലും തമിഴ്നാടിൻ്റെ അതിർത്തിയിലുണ്ടായിരുന്ന മയക്കുവെടി വെച്ച് പിടിച്ച് പിന്നീട് ചരിഞ്ഞു പോയ കൊമ്പന് പല്ലുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലായത്. അതുകൊണ്ടാണത് വാഴത്തോട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചത്. ഇതൊന്നും പക്ഷേ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴാണ് അറിയുന്നത്. പക്ഷേ അപ്പോഴും വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. നമ്മൾ ഷൈൽ ടീച്ചർ വേണ്ട അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. എന്തായാലും ജെയ്സൺ കണ്ട കാഴ്ച, സമാധാനത്തോടു കൂടി രണ്ട് ആനകൾ നിൽക്കുന്നതാണ്. അതിരപ്പള്ളി മേഖലയിലാണ് ആ ആനയുള്ളത്. അത് പക്ഷേ മഞ്ഞക്കൊമ്പൻ അങ്ങനെയല്ല, മഞ്ഞക്കൊമ്പൻ മതപ്പാടിലാണ് എന്നാണ് ജെയ്സൺ റിപ്പോർട്ട് ചെയ്യുന്നത്.